2019 ഞാനെടുത്തൊരു തീരുമാനമായിരുന്നു. ഞാനായിട്ട് അല്പം മാറി നിൽക്കുകയും കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറി വരുന്ന സിനിമയെ പുറമേ നിന്ന് നോക്കിക്കാണുകയും എൻ്റെ മനസ്സ് മുഴുവൻ ഈ കൊച്ചു കേരളത്തിലായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം എന്നെ തേടി ഒരു കഥ വരും. 100% എൻ്റെ ആ വിശ്വാസം, എൻ്റെ മനസ്സിലുള്ള വിശ്വാസം സത്യസന്ധമായതുകൊണ്ടാവാം വീണ്ടും എന്നെ തേടി മിഥുൻ മാനുവൽ ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാനെത്തുകയും ഓസ്ലർ എന്ന കഥാപാത്രം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേക്കാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയറാമേട്ടൻ വന്ന ഉടനെ പറഞ്ഞു ഉങ്ക ഊരുതാ. ആമാ നമ്മ ഊരുതാ. നമ്മുടെ സ്ഥലത്തിന്റെ ഒരു ശക്തി ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു നല്ല കൈയടി. അയ്യട എന്താ ഇത് അയ്യേ. പക്ഷെ ജയറാമേട്ടൻ നന്നായിട്ട് ഞങ്ങളെയൊക്കെ കാണിക്കുമെന്ന് തോന്നുന്നു. കാരണം സെറ്റിൽ ഇനി അനുകരിക്കാത്ത ആരുമില്ല ജയറാമേട്ടൻ. ഒത്തിരി പേരെ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മുടെ ക്യാമറാമാൻ തേനീശ്വർ സാറിനെയൊക്കെ വളരെ നന്നായിട്ട് ജയറാമേട്ടൻ അനുകരിക്കും. നമസ്കാരം, എൻ്റെ പേര് ശിവഹരിഹരൻ. 2022 തുടക്കം ഹൃദയം എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇപ്പോൾ 2024 ജയറാമേട്ടൻ്റെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, മിഥുൻ ചേട്ടൻ്റെ കൂടെ ബമ്പർ ഹിറ്റായ ഓസ്ലറിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എൻ്റെ പേര് ഷിജി. കുറേ പേര് കോമൺ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ തമിഴനാണോ? ഞാൻ തമിഴനല്ല, ഞാൻ നല്ല തൃശ്ശൂരുകാരനാണ്, നല്ല മലയാളിയാണ്. ഞങ്ങളുടെ കഥാപാത്രങ്ങളെല്ലാം സ്വീകരിച്ചതിനും ഞങ്ങളുടെ സിനിമ വളരെയധികം വിജയകരമാക്കിയതിനും എല്ലാവരും നന്ദി. മിഥുൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടാ താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് മാത്യൂസ് എന്നാണ്. ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നു. അതുപോലെ തന്നെ ഈ സിനിമയും ഈ പൂമാനം എന്ന സോങ്ങും വീണ്ടും സ്വീകരിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ആഡം സാബിത്ത്. ഒരു സിനിമ ആഗ്രഹിച്ചെടുക്കുന്ന ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് ഏറ്റവും ഒരു ഗംഭീരമായൊരു തുടക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ നിന്ന് എൻ്റെ മിഥുൻ ചേട്ടനും ജയറാമേട്ടനും ഞങ്ങളുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എൻ്റെ പേര് ശിവരാജ്. ചെറുപ്പം തൊട്ട് നമ്മൾ സിനിമ കണ്ട് എന്താ പറയുക, ജയറാമേട്ടനും മമ്മൂക്കയും അവരുടെ സിനിമയിൽ ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഡ്രീമായിട്ട് പോലും വെച്ചിട്ടില്ലായിരുന്നു. അതാണിപ്പോൾ സംഭവിച്ചേക്കണേ. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപാണ് ഓം ശാന്തി ഓശാന എന്ന സിനിമയിലൂടെ ഞാൻ
എൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. അതിപ്പം അബ്രഹാം ഓസ്ലർ വരെ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ ഈ കൂടി നിൽക്കുന്ന ഓരോരുത്തരും തന്ന പ്രോത്സാഹനവും ടിക്കറ്റിന് വേണ്ടി മുടക്കിയ പണവുമാണ് ഈ വേദിയിൽ ഞങ്ങളെല്ലാവരെയും ഇവിടെ നിർത്തുന്നത്. രണ്ടുമുണ്ട്, നിങ്ങളുടെ പ്രോത്സാഹനമുണ്ട്, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന പണവുമുണ്ട്. അപ്പം അത്തരം പ്രോത്സാഹനങ്ങളിലൂടെ നിങ്ങൾ വിജയിപ്പിച്ച അബ്രഹാം ഓസ്ലർ ഒരു വലിയ വിജയമായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുടെ കൂടെ പങ്കുവെക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നേരിട്ട് അറിയാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ തിരുവനന്തപുരം ലുലുവിൻ്റെ ഈ വലിയ സെൻട്രൽ സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. 2019 ഞാനെടുത്തൊരു തീരുമാനമായിരുന്നു. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മലയാളികൾ എനിക്ക് തന്ന സ്നേഹവും സന്തോഷവും അത്തരത്തിലുള്ള നല്ല ചിത്രങ്ങൾ എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു സ്വയം എനിക്ക് തന്നെ തോന്നി തുടങ്ങിയതുകൊണ്ട് ഞാനായിട്ട് അല്പം മാറി നിൽക്കുകയും കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറി വരുന്ന സിനിമയെ പുറമേ നിന്ന് നോക്കിക്കാണുകയും ആ സമയത്ത് മറ്റ് ഭാഷകൾ തെലുങ്കിലും തമിഴിലും കന്നഡത്തിലൊക്കെ എന്നെ തേടി വന്ന സപ്പോർട്ടിംഗ് കഥാപാത്രങ്ങൾ, നായകൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ നായികയുടെ അച്ഛൻ അല്ലെങ്കിൽ വില്ലൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നു. അത് മറ്റു ഭാഷയിൽ നിന്നും വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ മനസ്സ് മുഴുവൻ ഈ കൊച്ചു കേരളത്തിലായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം എന്നെ തേടി ഒരു കഥ വരും, എന്നെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് മുമ്പായിട്ട് എനിക്കത് അവതരിപ്പിക്കാൻ കഴിയും, വീണ്ടും തിയേറ്റർ ജനങ്ങളിലേക്ക് വരികയും എന്നെ പഴയ പോലെ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളത് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമായിരുന്നു. 100% എൻ്റെ ആ വിശ്വാസം, എൻ്റെ മനസ്സിലുള്ള വിശ്വാസം സത്യസന്ധമായതുകൊണ്ടാവാം വീണ്ടും എന്നെ തേടി മിഥുൻ മാനുവൽ ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാനെത്തുകയും ഓസ്ലർ എന്ന കഥാപാത്രം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തത്. അന്ന് തന്നെ എനിക്ക് മനസ്സിൽ വിശ്വാസമുണ്ടായിരുന്നു, വീണ്ടും മലയാളികളുടെ ഇടയിലേക്ക് എനിക്ക് ധൈര്യപൂർവ്വം നടന്നു വരാൻ കഴിയും എന്നുള്ളത്. ആദ്യ ദിവസം തന്നെ ഓസ്ലർ തിയേറ്ററുകളിലെത്തി. പല തിയേറ്ററുകളിലും കേരളത്തിലുള്ള പല സെൻറ്റേഴ്സിലും ഞങ്ങളെല്ലാവരും യാത്ര ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത്, എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ എൻ്റെ അമ്മമാരും എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും കുഞ്ഞുങ്ങളും എല്ലാവരും അടക്കം കുടുംബസമേതം മക്കളെ എന്ന് പറഞ്ഞ് ഓടി വന്ന് അടുത്ത് ചേർത്ത് പിടിക്കുന്ന എൻ്റെ അമ്മമാരെയൊക്കെ തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവുമാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എത്ര നന്ദി പറയണമെന്നുള്ളത് എനിക്കറിയില്ല. കാരണം നിങ്ങൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് സിനിമയിലെത്തിയ ശേഷമല്ല, സിനിമയ്ക്ക് മുമ്പ് ആയിരക്കണക്കിന് അമ്പലപ്പറമ്പുകളിൽ ഞാൻ സ്റ്റേജിൽ ഇതേപോലെ നിന്ന് മിമിക്രിയുമായിട്ട് വരുമ്പോൾ അന്ന് നിങ്ങൾ എന്നെ കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്നും കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളിൽ ചെണ്ടയുമായി നിന്ന് ഞാൻ കൊട്ടിക്കയറുമ്പോൾ ഇപ്പോഴും ആയിരക്കണക്കിന് കൈകൾ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സിനിമയിൽ മാത്രമല്ല, ജനങ്ങളുമായിട്ടുള്ള സ്നേഹം നേരിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നൊരു വ്യക്തിയാണ് ഞാൻ. നേരിട്ട് ഒരുപാട് സന്തോഷം, എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇവിടെ ഒരുപാട് അതിൻ്റെ ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവ്രി വൺ ബിഹൈൻഡ് ഓസ്ലർ, താങ്ക് യു സോ മച്ച്. ഇങ്ങോട്ടേക്ക് കയറുന്ന വഴിക്ക് ഞാനൊരു ഫോൺ കട്ട് ചെയ്യാതെ വന്ന് ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, ഞാൻ കയറാൻ പോവാണ് അകത്തേക്ക്. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേക്കാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു. മമ്മൂക്കയ്ക്ക് ഇവിടെ പ്രസൻസ് ഇല്ല എങ്കിലും ഒരു ഗംഭീര കൈയടി ഫോർ വൺ ആൻഡ് ഓൺലി മമ്മൂട്ടി ഫോർ ബാക്കിംഗ് അപ്പ് ഓസ്ലർ ഫ്രം ദ സെന്റർ സ്റ്റേജ്. മമ്മൂക്ക ഫാൻസിൽ നിന്ന് ഇവരെല്ലാം ആദരിക്കുന്ന ഒരു സെഗ്മെന്റ് ഇവിടെ ഉണ്ട്. മമ്മൂക്ക ഫാൻസിന്റെ ആളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Thank you so much. ഒരു ഗംഭീര കൈയടി for one and only, ladies and gentlemen, Jairam at Trivandrum Lulu Mall for the Osler Success Meet.